ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നമ്മൾ യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം ചില ഗട്ടറിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഴികളിലൊക്കെ നമ്മളിങ്ങനെ ചാടിക്കഴിഞ്ഞാൽ വലിയ കേടുപാടുകൾ കൂടാതെ നമ്മളൊന്ന് കുലുങ്ങി അങ്ങോട്ട് യാത്ര തുടരും അല്ലേ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വണ്ടിക്ക് അതിൻ്റെ ഷോക്ക് അബ്സോർബർ എന്ന ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് വലിയ കേടുപാട് കൂടാതെ നമുക്ക് യാത്ര സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇതേപോലെ തന്നെ ആണ് ഒരു ഷോക്ക് അബ്സോർബർ എന്നത് നമ്മുടെ ജീവിതത്തിലും അത്യാവശ്യമാണ്. അതിനെയാണ് നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അസറ്റ് നമുക്കുണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു 10 വർഷം കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഒരു 20 മില്യണിലേക്ക് വളർന്നിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 7 മില്യണിലേക്ക് താന്നു പോയിട്ടും ഉണ്ടാവാം അല്ലേ. അതൊക്കെ ഓരോ റിസ്കിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൻ്റെ ബേസിലൊക്കെ പല ക്രൈറ്റീരിയ കൊണ്ട് അത് ചിലപ്പോൾ വർദ്ധിക്കാം, ചിലപ്പോൾ അത് ഇടിവ് സംഭവിക്കാം. ഇത് ആണ്. പക്ഷെ ഈ ഒരു ഗ്യാപ്പ് വർദ്ധിക്കാനും ഇടിവ് സംഭവിക്കാനും ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിനെ നികത്താനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഗ്യാപ്പ് ഇൻഷുറൻസ് എന്ന് വിളിക്കാം. ഈ ഒരു ഗ്യാപ്പ് ഇൻഷുറൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കി വച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടോ? കാരണം നിങ്ങൾക്കും കാണും, ഏതൊരു മനുഷ്യനും കാണും, അത്യാവശ്യം ചെറിയ സേവിങ്സ് ആയാലും വലിയ സേവിങ്സ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഈ സേവിങ്സ് സാധിക്കുമോ, അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ടോ എങ്കിൽ തീർച്ചയായും നമ്മൾ ഒരു ഗ്യാപ്പ് ഇൻഷുറൻസ് എടുത്തിരിക്കണം. ആ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിനെ നമുക്ക് സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് അത് പ്രവർത്തിക്കും. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത്തരം ഷോക്ക് അബ്സോർബർ നിങ്ങൾ വച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ അത് ഇന്ന് തന്നെ നിങ്ങൾ ഒരു ഷോക്ക് അബ്സോർബർ പണിയുക. അതിനുവേണ്ട ഗൈഡൻസിനും കൂടുതൽ വിവരങ്ങൾക്കും ഞങ്ങളെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോയുമായി വരും വരെ ടേക്ക് കെയർ. ബൈ.